സാറിന്റെ മൂത്ത മരുമോനുണ്ടല്ലോ, ആ ഫിനാൻസ് കമ്പനി നടത്തുന്നയാള്. അവനെ ഞാൻ എൻ്റെ മരുമകനായിട്ട് കണക്കാക്കിയിട്ടില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അയാളിപ്പോ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. നടക്കുന്നുണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? നടക്കുന്നുണ്ടോ? ഇപ്പോഴെന്താ കേൾക്കാൻ ജിജ്ഞാസയായോ? നിർത്തടാ. എടാ, വെറുതെ നീ കള്ളം പറയരുത്. ഇപ്പൊ വേളി കടപ്പുറത്തുണ്ട്. അയാളും അയാളുടെ ഭാര്യയും അയാളുടെ കൂട്ടുകാരനും കൂടി ദാ ഇവിടെ തണല് പറ്റിയിരിക്കുക. പെട്ടെന്ന് വന്നാ അവരെ കാണാം. നീ അവൻ നടക്കുന്നത് കണ്ടോ? എടോ, ഭാര്യയും ഭർത്താവും കൂടി ഇപ്പൊ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ചോണ്ട് നടക്കുക. എന്നാ നീ അവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിനകത്ത് അയക്കേ. പിന്നെ എനിക്കതല്ലേ പണി. ഞാനിത് അറിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ വന്ന തനിക്ക് കാണേണ്ട കാഴ്ച കാണാം. എന്താടാ? അല്ലമ്മേ, അന്നൊരുത്തനൂടെ വന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഒരുത്തൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുക കണ്ണൻ നടക്കുന്നത് കണ്ടത്. കടപ്പുറത്ത് കെട്ടിയോളുടെ കൈയും പിടിച്ചാണ് അവൻ നടക്കുന്നതെന്ന്. കൂട്ടിന് ആ അനന്തും ഉണ്ടെന്ന്. രണ്ടാളിനെ കൈ പിടിച്ചാണ് അവൻ നടക്കുന്നത്. രണ്ടാളുടെ ആണെങ്കിലും മൂന്നാളുടെ ആണെങ്കിലും കണ്ണൻ നടക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ അമ്മേ? വേളി കടപ്പുറത്തുണ്ടെന്നാ പറയുന്നേ. എന്നാ പിന്നെ ഓടിപ്പോയി നോക്കിട്ടോ. അത് വിളിച്ചവൻ ആരാണെന്നും പറഞ്ഞില്ലേ? എടാ, പറഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും പരിചയക്കാരായിരിക്കും. അന്ന് കല്യാണത്തിനൊക്കെ വന്ന പരിചയക്കാര്. അവർക്ക് അത്ഭുതമല്ലേ അവൻ നടക്കുന്നത്. നേരത്തെ നിന്റെ ഒരു പരിചയക്കാരൻ ഇവിടെ വന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ അങ്ങനെ വിളിച്ച് പറഞ്ഞതായിരിക്കൂടാ. അവൻ കടപ്പുറത്ത് നടക്കുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ പിന്നെ കടലിൽ ചാടുന്ന അമ്മേ നല്ലത്. നീ ഒരു കാര്യം ചെയ്യും, വേളിയല്ലേ, വെട്ടുകാട് പള്ളി അതിനടുത്ത. അവിടെ ഒരു മെഴുകുതിരിയൊക്കെ കൊളുത്തിട്ട് നേരെ കടലിലേക്ക് നടന്നു. അങ്ങനെ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചാ മതി, ഞാനും പിന്നാലെ വന്നോളാം. ഒരിക്കലും സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ അമ്മേ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. എടാ, കേൾക്കുന്നത് ശരിയായിരിക്കൂടാ. അല്ലെങ്കിൽ പിന്നെ കണ്ണൻ എങ്ങനെ അച്ഛനായത്? തോമസ് വൈദ്യൻ എന്ന് പറയുന്ന പിശാചുണ്ടല്ലോ, അയാൾ അവനെ നടത്തിച്ചു കാണും. അതുകൊണ്ട് തന്നെയാ നമ്മളൊക്കെ സംശയിക്കുന്ന പോലെ അവനിപ്പോ തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് പോകാത്തത്. കരുണയുടെ മുഖം ഓർക്കുമ്പോ എന്റെ നെഞ്ച് കത്തുകമ്മേ. അത് പോയി കണ്ടിട്ട് വന്നേ നിന്റെ നെഞ്ച് കത്തിക്കേ. പെട്ടെന്ന് അല്ലേ, ഉടുപ്പൊന്നും മാറണ്ട, വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് പോയിട്ട് വാ. ശരി. എന്റെ ഭഗവാനെ, വിളിച്ചവൻ കണ്ടത് കണ്ണനെ ആയിരിക്കല്ലേ? അവൻ ആള് മാറിപ്പോയി കാണണേ. ഓ ഭഗവാനെ, വയ്യ.